കേരളത്തിലെ അതിപ്രശസ്തമായ കോഴിക്കോടുള്ള തളി മഹാദേവ ക്ഷേത്രത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമസ്കാരം, വിരാട വിനോദം ദ 60+ അൻസ്റ്റൻ്റെ പുതിയ വീഡിയോയിലേക്ക്, പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇത് കോഴിക്കോടാണ്. കോഴിക്കോട് പാളയത്തിന് അടുത്താണ് ഈ തളി മഹാദേവ ക്ഷേത്രം കേട്ടോ. തളി മഹാദേവ ക്ഷേത്രത്തിന് ഏതാണ്ട് പരശുരാമൻ്റെ കാലം മുതലുള്ള ചരിത്രമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പരശുരാമൻ സ്ഥാപിച്ച 108 ജ്യോതിർലിംഗങ്ങളിലൊന്നാണത്രേ ഈ തളി മഹാദേവ ക്ഷേത്രം. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൊട്ടടുത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ക്ഷേത്രക്കുളമാണ്. വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ക്ഷേത്രക്കുളം. ഈ ലൈറ്റൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തളി മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം വരികയാണ്. ഏപ്രിൽ 14 മുതലാണ് ഉത്സവം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചുറ്റുവട്ടം, ഈ ക്ഷേത്രക്കുളമൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം. നല്ല ഭംഗിയുള്ള ഒരാൽത്തറ. ഈ തൊട്ടടുത്ത് കാണുന്ന ഈ കെട്ടിടം സാമൂതിരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. സാമൂതിരിയുടെ ചരിത്രവുമായിട്ട് ഈ ക്ഷേത്രത്തിനും ഈ പ്രദേശത്തിനുമൊക്കെ നല്ല ബന്ധമുണ്ട്. ഇതുപോലെ കുറേ ടെറക്കോട്ടയിൽ തീർത്ത ചില വാൾ സ്കൾപ്ചേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ തൊട്ട് പുറകിൽ സ്റ്റീൽ പ്ലേറ്റിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അത് സാമൂതിരിയുടെ കാലത്തുള്ള പല കാര്യങ്ങളെ, ചരിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണിത്. ഇവിടെ ഒരു സംഗീത സദസ്സ് പുരോഗമിക്കുകയാണ്. നമുക്ക് അല്പം ഒന്ന് ആസ്വദിക്കാം, കുഴപ്പമില്ലല്ലോ. നമ്മളൊക്കെ രേവതി പട്ടത്താനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതിനെ സൂചിപ്പിക്കുന്ന ഒരു ഫലകമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ പതിയെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തേക്ക് പോവാം. ഉത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. കേരള വാസ്തു ശൈലിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ തടി കൊണ്ടുള്ള കൊത്തുപണികളൊക്കെ നോക്കും, എന്ത് ഭംഗിയാണ്. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാം. ഉമാമഹേശ്വര സങ്കല്പത്തിലുള്ള ശിവലിംഗമാണ് ഇവിടെയുള്ളത്, ശിവരൂപമാണ് ഇവിടെയുള്ളത്. തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് നരസിംഹമൂർത്തിയുടെ നടയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ചുറ്റും ഉപദൈവങ്ങളായിട്ട് തളിയൽ ഗണപതി, തേവാരം ഗണപതി, അയ്യപ്പൻ, ദക്ഷിണാമൂർത്തി, നാഗദൈവങ്ങൾ ഇവയൊക്കെ ഉണ്ട് കേട്ടോ. പരശുരാമൻ സ്ഥാപിച്ച ജ്യോതിർലിംഗമാണെങ്കിൽ ഏതാണ്ട് 1500 വർഷങ്ങൾക്ക് മുമ്പ് മുതലാണ് ഈ ക്ഷേത്രത്തിനൊരു പ്രാമുഖ്യം കൈവരുന്നത്. 14-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയാണ് ഇപ്പോഴത്തെ രൂപത്തിൽ ഈ ക്ഷേത്രം ആക്കിയത്. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും പടയോട്ട കാലത്ത് ഈ ക്ഷേത്രത്തിന് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇന്നാട്ട് 1964 ഈ ക്ഷേത്രം പുതുക്കിപ്പണത് ഇപ്പോഴത്തെ രൂപത്തിൽ. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഉമാമഹേശ്വരൻ നേരെ ഓപ്പോസിറ്റായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രവും അതിനകത്ത് ഒരു ഭഗവതിയും കൂടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ 2 പ്രധാന ദേവന്മാരുള്ള ഒരു ക്ഷേത്രം കൂടെയാണ് ഈ തളിയിൽ മഹാദേവ ക്ഷേത്രം. ഇത് മഹാദേവൻ്റെ കൊടിമരമാണ്. ഇതുപോലെ തന്നെ അപ്പുറത്ത് ശ്രീകൃഷ്ണനും ഒരു കൊടിമരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി
പതിയെ ക്ഷേത്രത്തിന് പുറത്തേക്ക് വരികയാണ്. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ തീരുന്നില്ല. തൊട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ തെക്ക് സൈഡിലേക്ക് നമുക്ക് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രമുണ്ട്. നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാം. ഈ ക്ഷേത്രത്തിന് ഈ മതിലൊരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് എന്താ പറയുക, ആന വയറ് പോലെയുള്ള വീർത്തിരിക്കുന്ന ഒരു മതിലാണ്. ഇതാണ് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം. ഇത് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടിമരം കാണാം. ഇത് ഈ കാണുന്നത് മഹാദേവൻ്റെ കൊടിമരം, അപ്പുറത്ത് ചെറുതായിട്ട് കാണുന്നത് ശ്രീകൃഷ്ണൻ്റെ കൊടിമരമാണ് കേട്ടോ. ഈ ക്ഷേത്രത്തിന് ചുറ്റും ഒന്ന് നമുക്ക് വലം വെച്ച് നമ്മുടെ ക്ഷേത്രക്കുളത്തിന് അടുത്തേക്ക് ഒന്ന് പോകാം. നേരം സന്ധ്യയായി. വളരെ പെട്ടെന്ന് നടത്തിയ ഒരു സന്ദർശനമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.